പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. ഉടമ്പടി ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. ഈ സ്നേഹത്താലാണ് നമ്മൾ പറഞ്ഞതുപോലെ യോഹന്നാൻ 15:4 അനുസരിച്ച് കൊണ്ട് നമ്മളാകുന്ന ശാഖയെ തായ്തടിയാകുന്ന മുന്തിരിച്ചെടിയോട് ഒട്ടിപ്പിക്കുന്നത് ഉടമ്പടിയാണ്. ഇനി ഉടമ്പടി ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ ക്ഷണിക്കണം എന്ന് അച്ഛൻ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള ക്ഷണമാണെന്ന്. അത് ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 14:23 വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. യോഹന്നാൻ 14:23 എന്താ പറയണേ? യേശു പ്രതിവചിച്ചു, ഏറ്റു പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അതാണ് പ്രശ്നം. അതാണ് അമ്മ പറഞ്ഞിരിക്കണത്. കനായിലെ കല്യാണ വേദിയിൽ യോഹന്നാൻ 2:5 അമ്മ എന്നാ പറഞ്ഞത്? അവൻ പറയണ പോലെ ചെയ്യാൻ. പക്ഷേ അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ താത്വികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവൻ പറയണ പോലെ ചെയ്യാൻ അമ്മ പറഞ്ഞു. പക്ഷേ അവൻ പറയണ പോലെ നീ എന്ത് ചെയ്താലും, പത്രം സുവിശേഷം പ്രചരിക്കാൻ വേണ്ടി കൃപാസനം പത്രം വാങ്ങിച്ച് കൊടുത്താലും, നിനക്ക് തന്നെ കുടുംബത്തിൽ പോയി അല്ലെങ്കിൽ അയൽവാസികളിൽ പോയി ഒരു രോഗിയെ കുളിപ്പിച്ചാലും അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്താലും എന്ത് ചെയ്താലും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അത് ഉടമ്പടിയിൽ അങ്ങനെ ഉണ്ട്. അവൻ പറയണ പോലെ ചെയ്യാനും പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്യണമെന്നല്ല പറയണത്. ഈ യോഹന്നാൻ 2:5 അനുസരിച്ചുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ യോഹന്നാൻ 14:23 വർക്കൗട്ട് ചെയ്യണം. എന്താണത്? യോഹന്നാൻ 14:23 യേശു പ്രതിവചിച്ചു, ഏറ്റു പറഞ്ഞേ, യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അതാണ് സംഭവം. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കുന്നവരൊക്കെ പറ്റത്തുള്ളത്. അല്ലാതെ ഉടമ്പടി എടുത്തെന്നും പറഞ്ഞ സംഭവം വർക്കൗട്ട് ചെയ്യത്തില്ല. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അവൻ പറയണ പോലെ ചെയ്ത് ഈ ശാശ്വത നന്മയിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ദൈവസ്നേഹം കെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ നോക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ത് ചെയ്തോ എന്നല്ല, അത് ഞാൻ ദൈവസ്നേഹത്തോടെ ചെയ്തോ എന്നാണ് പ്രശ്നം. വിശ്വാസം ഉണ്ടായിട്ട് വലിയ കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? കാര്യം എന്താണ്? നിങ്ങൾക്ക് മലകളെ മാറ്റാൻ, ഇപ്പോൾ 1 കൊരിന്ത്യർ 13:1 അല്ലെങ്കിൽ 2 മലകളെ മാറ്റാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അതാ സംഭവം. അവിടെ വിശ്വാസമല്ല എല്ലാം. എന്തുമാത്രം പറ്റിക്കുന്ന പരസ്യമാണ്. വിശ്വാസമല്ലേ എല്ലാം ഒന്നും അല്ല, ദൈവസ്നേഹമാണ്. അതാണ് ഈശോ 14:23 പറയണത്. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്ന, ഏറ്റു പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. അതാണ് ഡൈനാമിസം. ഉടമ്പടി സംഭവിക്കണത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് ഈ സംഭവം വർക്കൗട്ട് ചെയ്ത് വരണത്. അതാണ്, അതായത് അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? സ്നേഹത്തോടെ വചനം പാലിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഉടമ്പടി ഡൈനാമിസം. പിതാവാണിത്. ലാസ്റ്റ് ഫേസിൽ വരണ പിതാവാണ്. നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് ഉടമ്പടി പാലിക്കണമെങ്കിൽ, അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും. അപ്പോഴേ അതായത് സ്തുതിയുടെ മക്കളെ യേശുസ്വസ്തു മലയാളി ആരാധന 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 ആരാധന
പറയുവാൻ ഈശോയെ നന്ദി. ഞങ്ങൾ ഓരോരുത്തരെയും ഉടമ്പടിയിലൂടെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അടുത്ത് വന്ന് എന്ന വാക്കിനകത്ത് ഉണ്ടല്ലേ, യോഹന്നാൻ 14:13 അടുത്ത് വന്ന് ഉടമ്പടിയിൽ സംഭവിക്കുന്ന കാര്യം അടുത്ത് വരികയാണ്. ഇപ്പം നമ്മൾ സഞ്ചാരി മാതാവെന്ന് പറയത്തില്ലേ, ഉടമ്പടി പാലിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഓഫീസുകളിലും വീടുകളിലും നിർണമായ നിമിഷത്തിൽ സിൽവർ ഈ കൃപാസന ദിവ്യ ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ തനി സാന്നിധ്യം ഒത്തിരി പേരെ കണ്ടിട്ട് ഇവിടെ സഞ്ചാരി മാതാവെന്ന് തന്നെ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞ് സാക്ഷ്യം പറയുകയും അടുത്ത് വരികയും ഉടമ്പടിയിലൂടെ സംഭവിക്കണത് അടുത്ത് വരികയിലാണ്. അപ്പം നമ്മളത് പുറപ്പാടിൻ്റെ 33:14 കോട്ട് ചെയ്താണ്. അതായത് ചട്ടം പാലിക്കുന്നവൻ്റെ കൂടെ, എന്നെ സ്നേഹിച്ചതിൻ്റെ ചട്ടം പാലിക്കുന്നതിൻ്റെ കൂടെ, ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ അവൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് 33:14. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ 14:23 എന്താ സംഭവിക്കണത്? യേശു പതിവച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവൻ്റെ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ചക്കാലക്കൽ പിതാവ് ഉടമ്പടി പുസ്തകത്തിന് ചെയ്യുമ്പോൾ, അതായത് ദൈവ കേന്ദ്രീകൃതമാണെന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഉടമ്പടി ദൈവ പിതാവിനെ കേന്ദ്രീകരിച്ചാണെന്ന്. അപ്പം ഞാൻ എപ്പോഴും ഇരുന്ന് ചിന്തിക്കും, പിതാവ് ഇങ്ങനെ എഴുതിയല്ല, പരിശുദ്ധാത്മാ പറയാതെ അങ്ങനെ പറയുമോ? എനിക്കാണെങ്കിൽ തലയിൽ കയറണില്ല. എങ്ങനെയാണ് പിതാവുമായിട്ട് ഇത് കേന്ദ്രീകരിക്കണത്? ക്രിസ്തു കേന്ദ്രീകരിക്കമാണെന്ന് എനിക്കറിയാമായിരുന്നു ഉടമ്പടി വെളിപ്പെടുത്തുന്ന കാലത്ത്. പക്ഷേ ഇത് തിയോളജിക്കൽ കമ്മീഷൻ്റെ KCBC തിയോളജിക്കൽ കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന ചക്കാലക്ക പിതാവ്, അദ്ദേഹം ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് ഇത് എഴുതുന്നത്. ഉടമ്പടി പിതാവിനെ കേന്ദ്രീകരിച്ചുള്ളതാണെന്ന്, ദൈവ കേന്ദ്രീകൃതമാണെന്ന്. അതാണ് ഈ സംഭവം. അതാണ് ഈ 14:23 എന്താ പറയണത്? യേശു പതിവേശു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ കുമ്പസാരിക്കുക ചെയ്യണത്. എന്താണ്? കർത്താവ് വരികയല്ലേ, അപ്പോൾ വിശുദ്ധിയോടെ നമ്മൾ അവൻ്റെ കൽപ്പന പാലിച്ച് ജീവിക്കണ്ടേ, അത് നിലനിൽക്കണ്ടേ, ശാശ്വതമാകണ്ടേ, ദീർഘകാലമാകണ്ടേ. അതിനു വേണ്ടിയാണ് നമ്മൾ കുമ്പസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ പിതാവ് ആനാപറമ്പിൽ തിരുമേനി ഇവിടെ കോവിഡ് കുമ്പസാരക്കൂടെ ആശീർവദിച്ചു. എന്താണ്? ആരെ കുമ്പസാരിക്കാൻ? ഉടമ്പടി എടുത്തവരെ കുമ്പസാരിക്കാൻ ആവശ്യപ്പെട്ടാലും കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് കൊണ്ട് അതിൻ്റെ മൗത്ത് പീസ്, കൺഫെഷനേറ്റിൻ്റെ മൗത്ത് പീസ് ആവശ്യമുള്ളത്ര നീക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ 3 പീസായിട്ടാണ് കൺഫെഷനേറ്റ് ചെയ്തിരിക്കുന്നത് കൃപാസനത്തിലെ. അതാണ് കഴിഞ്ഞ ദിവസം അഭിനന്ദ പിതാവ് ആശീർവദിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കണം, തയ്യാറായിരിക്കണം. അപ്പം നിങ്ങളുടെ ഇടവക പള്ളികളിൽ പോയി ചോദിച്ചാൽ തീർച്ചയായിട്ടും അച്ഛന്മാർ അങ്ങോട്ട് ചോദിച്ചാൽ കുമ്പസാരിപ്പിക്കും. ഉടമ്പടി വലിയ വിശേഷങ്ങളൊന്നും അവരോട് പറയേണ്ട കാര്യം അവർക്ക് അറിയത്തില്ല, അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് കൃപാസനത്തിൽ വന്ന് കുമ്പസാരിക്കാം. കാര്യം നമ്മൾ എല്ലാം കർത്താവിൻ്റെ വചനം പോലെ അതാത് കാലങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന പോലെ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് KCBC തിയോളജിക്കൽ കമ്മീഷൻ സെക്രട്ടറിയും വന്നിട്ടാണ് ഇവിടെ വന്ന് പറയണത്. അതായത് അവൻ പറയണ പോലെ ചെയ്യുവിൻ എന്ന് പറയുന്നതിന്, അത് ചെയ്തുകൊള്ളാമെന്ന് നമ്മൾ പറയുന്ന പ്രത്യുത്തരത്തിന് കൃപാസനത്തെ പറയുന്ന പേരാണ് മരിയൻ ഉടമ്പടി. അതാര് പറഞ്ഞതാണ്? KCBC തിയോളജിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഇവിടെ വന്ന് പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ സ്റ്റാൻലി അച്ഛൻ, മാതിരപ്പള്ളി അച്ഛൻ പറഞ്ഞതാണ്. അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായിട്ട് മാതാവ് എല്ലാവർക്കും വ്യക്തമായ ഉൾക്കാഴ്ച കൊടുത്തിട്ടുണ്ട്, വ്യക്തമായ ഉൾക്കാഴ്ച. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ ദൈവത്തിൽ നിലനിർത്തണതും ദൈവം നമ്മുടെ അടുത്തേക്ക് വരണതും പിതാവ് പുത്രൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മളുമായിട്ട് ഐക്യപ്പെടുന്നതും ഇങ്ങനെ ഐക്യത്തിൻ്റെ ഒരു വലിയ ദൈവിക സ്വർഗീയ പദ്ധതിയിലൂടെയാണ് നമ്മൾ ഉടമ്പടിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന് നിലനിൽക്കാൻ വേണ്ടി ശ്രുതികട്ടെ ഹല്ലേലൂയ.
യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ 14:23 യോഹന്നാന്റെ സുവിശേഷത്തിൽ കണ്ടില്ലേ? അതായത് എൻ്റെ കൽപ്പന പാലിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. 15 യോഹന്നാൻ 15:4. എൻ്റെ കൽപ്പന പാലിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരും. അടുത്തേക്ക് ഞങ്ങൾ വരും. ഉടമ്പടി പാലിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരും. ഈ അടുത്തേക്ക് വരുമെന്നുള്ളത് എന്താണത്? അത് വരമാണ്. ഇപ്പം എല്ലാം ദാനവല്ലെന്ന് അവർ പാടിയില്ലേ? അതിനോട് കേട്ടിട്ട് അതിൻ്റെ കൂടെ ഞാൻ പറയണേ, അതായത് നമ്മളുടെ അടുത്തേക്ക് ഉടമ്പടി ദൈവത്തെ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. പക്ഷെ അടുത്തേക്ക് വരണത് എന്താ? ഇപ്പം 14:23 അനുസരിച്ച് കൊണ്ട് എൻ്റെ കൽപ്പന പാലിക്കുന്നതിൻ്റെ അടുത്തേക്ക് ഞാൻ വരും. പക്ഷെ അടുത്തേക്ക് വരണത് എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരണത്? അതൊരു വരമാണ്. എന്ത് വരാം? ഇപ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 6:65 വായിക്കത്തില്ലേ? 6:65 എല്ലാം കിടക്കണത്. അതായത് അവൻ പറഞ്ഞു, അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോഴേ ഇത് ബൈലാറ്ററൽ ആയിട്ടുള്ള ഉടമ്പടിയില്ലേ, ഉഭയകക്ഷിയല്ലേ. നമ്മൾ ദൈവത്തോട് അടുക്കുകയും ചെയ്യുന്നു, ദൈവം നമ്മളിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. പക്ഷേ യോഹന്നാൻ ഈ പ്രോസസ്സിനെ വിളിക്കണത് എന്താണ്? ഉടമ്പടി എന്നല്ല വിളിക്കുന്നത്, വരമെന്നാണ് വിളിക്കുന്നത്. ഉടമ്പടി ഒരു വരമാണ്. യോഹന്നാൻ ഈ പ്രോസസ്സിനെ എന്തെന്നാണ് വിളിക്കണത്? ഒരു വരമെന്നാണ് വിളിക്കണത്. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നതിനും ബൈലാറ്ററാണ് അല്ലേ, ഉഭയകക്ഷിയാണ്. നമ്മളും ദൈവവും തമ്മിലുള്ള ഉടമ്പടി പരിശുദ്ധ അമ്മ വഴി ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ബൈലാറ്ററാണ്. ദൈവത്തോട് നമ്മൾ ചെയ്യുന്നു, അതുപോലെ തന്നെ ദൈവം നമ്മളോടും ചെയ്യുകയാണ്. എന്താ കാര്യം? വാഗ്ദാനമുണ്ട്. എൻ്റെ ചട്ടങ്ങളെ പാലിച്ചാൽ ഞാൻ ശാശ്വതമായി ഈ ഭൂമിയിൽ നന്മയോട് ജീവിക്കാൻ, ദീർഘകാലം ജീവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കുമെന്ന് നിയമാവർത്തനം 4:40 പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം പ്രാപിക്കാനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ദൈവമാണ് ഒരു കക്ഷി, നമ്മൾ വേറെ ഒരു കക്ഷി. ഇതിൻ്റെ മരിയൻ ഉടമ്പടിയുടെ വക്താവ് ആരാണ്? മേരിയാണ്, മറിയമാണ്. അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരണതും മധ്യസ്ഥ അമ്മയാണ്, മാതൃക അമ്മയാണ്, വാഗ്ദാന പേടകം അമ്മയാണ്. അപ്പോൾ ഈ അമ്മയുടെ മധ്യസ്ഥതയിലാണ് മരിയൻ ഉടമ്പടി നടക്കുന്നത്. അപ്പോൾ നടക്കുമ്പോൾ ഒരു കക്ഷി നമ്മളും ഒരു കക്ഷി ദൈവവും. ദൈവം ഉടമ്പടി വഴി നമ്മളിലേക്ക് അടുക്കുന്നു, നമ്മൾ അവിടുത്തെ വാക്ക് പാലിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് അടുക്കുന്നു. ഇതിന് ഉടമ്പടി എന്ന് പറയുന്നതിന് പകരം അതിനേക്കാൾ രൂക്ഷമായി യോഹന്നാൻ പറയണത് ഇറ്റ്സ് എ ഗ്രേസ്, ഇതൊരു വരമാണെന്ന്. കാര്യം അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15:6-65 പറയണത്. എന്നാ പറയണത്? അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല. അടുത്തിലേക്ക് വരുന്ന കാര്യം വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാര്യം എന്താണ്? അടുത്ത് വന്നാൽ എന്ത് സംഭവിക്കും? അടുത്ത് വന്നാൽ സംഭവിക്കണ 15:4 ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അപ്പോൾ മുന്തിരിച്ചെടി ശാഖകളുടെ ഡെസ്റ്റിനേഷൻ എന്താ? ഒരു ശാഖയുടെ ഭാവി എന്താണ്? അതിൻ്റെ ദൗത്യം എന്താണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? അതെന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു? താഴ്ത്തഴയോട് ചേർക്കപ്പെടാൻ വേണ്ടിയാണ്. ഒരു ശാഖയുടെ ഡെസ്റ്റിനേഷൻ ഓഫ് എ ബ്രാഞ്ച് എന്താണത്? അത് മുന്തിരിച്ചെടിയെ ശാഖയോട് ചേർക്കപ്പെടുകയാണ്. ചേർക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ചേർക്കപ്പെടുന്നതിനാണ് വരവെന്ന് പറയണത്. അങ്ങനെയുള്ളവർ വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. എന്ന് വെച്ചാൽ മുന്തിരിച്ചെടി ഐസയായി കർത്താവ് വചനം കൊടുത്തപ്പോഴേ സുന്ദരമായൊരു വചനം കൊടുത്തായിരുന്നു. അതായത് ഒരു മുന്തിരി ഫലം കാണുമ്പോഴേ നിങ്ങളതിനെ നശിപ്പിക്കരുത്. എന്താ കാരണം? അതിലൊരു വരവുണ്ട്. അതിലൊരു വരവുണ്ടെന്ന് ഐസയ നമ്മൾ 65:5 അതായത് അതിലൊരു വരമുണ്ട്.
എന്താണ്? ഓരോ ഫലവും ഓരോ വരമാണ്. ഉടമ്പടി ഒരു വരമാണ്. ഉടമ്പടിയുടെ ഫലങ്ങളും വരങ്ങളുടെ കൊലയാണ്. ശരിക്കും ഉടമ്പടി ഒരു വരമാണ്. ഉടമ്പടിയുടെ ഫലങ്ങൾ അതൊരു മുന്തിരിക്കൊല പോലെ തന്നെ തായ്തടിയിൽ നിന്നുണ്ടാകുന്ന ഒരു ഫലമാണ്. അതാണ് മുന്തിരി ഐസയ 6:65 പറയണത്. ഒരു മുന്തിരി ചെടിയിൽ ഒരു മുന്തിരിങ്ങ കാണുമ്പോൾ നശിപ്പിക്കരുത്, അത് നഷ്ടപ്പെടുത്തി കളയരുത്. കാര്യം എന്താണ്? അതിലൊരു വരമുണ്ട്. ദൈവത്തിൻ്റെ അടുത്ത് വരിക എന്നുള്ളത് തന്നെയാണ്. വരമില്ലാതെ വരാൻ പറ്റത്തില്ലെന്നാണ് യോഹന്നാൻ 6:65 പറയണത്. ആ ഫലത്തെയാണ് ഐസയ 65:5 ആ മുന്തിരിങ്ങ ഒരു വരമാണെന്ന് പറയണത്. ഉടമ്പടി ഒരു വരമാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും ദൈവികമായ വലിയ ശുശ്രൂഷയാണ് കൃപാസനത്തിൽ നിങ്ങൾ നടത്തിയിരിക്കുന്നത്. ഓൺലൈനായിട്ടും ഇപ്പോൾ തീർത്ഥാടന ഉടമ്പടിയായിട്ടും. ഇപ്പോൾ കൃപാസനം ഈ ഒരു ലൊക്കാലിറ്റി 10-49 പേർക്ക് കൃപാസനത്തിൻ്റെ പുറകിൽ ഉള്ള കോളനിയിലൊക്കെ ഉള്ള കുറേ ആൾക്കാർക്ക് കോവിഡ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ശമിക്കാൻ വേണ്ടിയാണ് നമ്മൾ തൽക്കാലത്തേക്ക് കൃപാസനം, നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്, വരുന്ന തീർത്ഥാടകർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ബോധപൂർവം ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കഴിയുമ്പോൾ അവരുടെ കണ്ടെയ്ൻമെൻറ്റ് ടൈം കഴിയുമ്പോൾ കൃപാസനം വീണ്ടും പഴയതുപോലെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പം അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഡേറ്റും ടൈമും ആ സമയമാകുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ തമ്പനയിലിട്ടിട്ട് അതിൻ്റെ പോസ്റ്റർ ഇടും, അതിൻ്റെ വീഡിയോ ഇടും. എപ്പോഴാണ് കാര്യം? ഈ പ്രദേശം ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യണത്. ഇത് കൃപാസനം നിൽക്കുന്ന ഈ മണ്ണഞ്ചേരി കലവൂർ പഞ്ചായത്തിൻ്റെ 23-ാം വാർഡ് അതിൽ കുറേ സഹോദരങ്ങൾക്ക് ഇപ്പോഴും കോവിഡ് ഉണ്ട്. അതിൻ്റെ ബാക്കിൽ കൃപാസനം അടുത്തല്ല, കൃപാസനം അടുത്തെങ്ങുമല്ല, ബാക്കിലാണ്. പക്ഷേ എങ്കിലും ഈ വാർഡ് ഇങ്ങനെ അഫക്റ്റഡ് ആയത് കാരണം നമ്മൾ തീർത്ഥാടകരെ അവരുടെ സെക്യൂരിറ്റിയെ ഉദ്ദേശിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് കൃപാസനം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പ്രവേശനമില്ല. ഇത് കണ്ടെയ്ൻമെൻറ്റ് ടൈം കഴിയും. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ കഴിയുമായി. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വന്നിട്ട് ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ അച്ഛനെ കണ്ടുപോകാൻ പറ്റുന്ന കണ്ടീഷനാണ്. 18 വർഷത്തെ 2018-ലും 2019-ലും 20-ലൊക്കെ ഉടമ്പടി എടുത്ത ആൾക്കാർ, ഓൺലൈനായിട്ട് എടുത്ത ആൾക്കാർ വന്നിട്ട് ഉടമ്പടി തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നുണ്ട്. 18-ലും 19-ലും ഉടമ്പടി എടുത്തിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും കൊണ്ട് മുടങ്ങിപ്പോയ ആൾക്കാരുണ്ട്. അവരാ പുസ്തകം കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ ഉടമ്പടി പേപ്പറും കൊണ്ടുവന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി അന്ന് തന്നെ അച്ഛനെ കണ്ടുപോവുകയാണ് ഇപ്പോൾ ചെയ്യണത്. ഇത് മിക്കവാറും പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം. വെറുതെ വന്നിട്ട് മുമ്പ് നേരത്തെ ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 2 നമ്പർ ഇട്ടിട്ടുണ്ട്. അൽസാന്ദ്രത്തിൻ്റെ വീഡിയോയിൽ 2 നമ്പർ കാണിക്കുന്നുണ്ട്. അതിൽ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം. പിന്നെ കുറച്ച് നമ്പർ കൂടി ഞാനിപ്പോൾ തരും. ആ നമ്പറിലെല്ലാം നിങ്ങൾക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് കൺസെൻറ്റ് തരും. അപ്പോൾ നിങ്ങൾക്ക് വരാം. കാര്യം 40 പേരാണ് ഒരേ സമയം അറ്റ് എ ടൈം അകത്തുണ്ടാകേണ്ടത്. അത് സ്റ്റാഫ് ഉൾപ്പെടെയാണ്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഒരു 10-25 പേർക്കാണ് സ്റ്റാഫ്, 15 പേരുണ്ട്. ബാക്കി 25 പേർക്കായിരിക്കും ചിലപ്പോൾ അകത്ത് കിടക്കാൻ പ്രവേശിക്കുന്നത്. അപ്പോൾ അവർക്ക് 1 മണിക്കൂർ മതി. കാര്യം ഇപ്പോൾ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്ന കാരണം എളുപ്പമാണ്. പുതുക്കേണ്ടവർക്ക് പ്രത്യേകിച്ച് അവർക്ക് കൗൺസിലേഴ്സ് തന്നെ ക്ലാസ് കൊടുക്കും. ആ പുതുക്കി കഴിഞ്ഞാൽ 10 മണിക്ക് പുതുക്കിയാൽ 10:00 പുതുക്കൽ കഴിഞ്ഞാൽ അപ്പം തന്നെ അൾത്താറയിൽ അച്ഛനവരെ കാണും. അത്രയും ആൾക്കാരെ. അത് കഴിയുമ്പോൾ ആ 40 പേര് പുറത്തിറങ്ങി കഴിയുമ്പോൾ അടുത്ത 40 പേരെ കയറ്റും, അല്ലെങ്കിൽ 25 പേരെ കയറ്റും. അങ്ങനെ നമ്മൾ വൈകുന്നേരം 5 മണി വരെ അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ മുഴുവനും ബാക്ക് സൈഡ് മുഴുവനും കോവിഡ് കൂടി വന്നത്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ യാത്രക്കാരെയും സന്ദർശകരെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളത് ക്ലോസ് ചെയ്ത്, പക്ഷേ പെട്ടെന്ന് തുറക്കും ഇത്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ ചെയ്യേണ്ടത് ഇതാണ്, ബുക്ക് ചെയ്തിടുന്നത് നല്ലതാണ്.
ഇപ്പോൾ 5 പേര് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള നമ്മുടെ കൗണ്ടറിൽ ഇരിപ്പുണ്ട്. 5 പേരാണ്. അപ്പോൾ 5 പേരുടെയും ഫോൺ നമ്പർ ഞാനിപ്പോൾ തരും നിങ്ങൾക്ക്. അപ്പോൾ ആ തരുമ്പോൾ ആ നമ്പർ കുറിച്ചിടണം. എന്നിട്ട് ഇത് ആ നമ്പർ അനുസരിച്ചിട്ട് നിങ്ങൾ വിളിച്ചുകാരെ ഒന്നുമേ കിട്ടിയില്ലെങ്കിൽ ഒരെണ്ണത്തെ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. എന്നിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വന്നാൽ അവർ ഡേറ്റ് അനുസരിച്ചിട്ട് അവർക്ക് ഒരു ദിവസം ചിലപ്പോൾ 100-140 പേർക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അത്രയും പേര് കഴിയുമ്പോൾ അതൊക്കെ ആ ഡേറ്റ് ക്ലോസ് ചെയ്തിട്ട് അടുത്ത സെക്കൻഡ് ഡേറ്റ് കൊടുക്കും, പിന്നെ തേർഡ് ഡേറ്റ് കൊടുക്കും. പിന്നെ ഒരു 3 പുതുക്കൽ കഴിഞ്ഞവരാണെങ്കിൽ അച്ഛൻ മെസ്സേജ് എടുത്ത് കൊടുക്കും. 3 പുതുക്കൽ കഴിഞ്ഞവരാണ് നോക്കുന്നത്. ഇപ്പോൾ അരുഷ ബ്രദർ പറഞ്ഞൊരു ബ്രദറിനെ തന്നെ മാത്രം വെച്ചിട്ടുണ്ട് മെസ്സേജ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അവർ 3 പുതുക്കൽ 4 പുതുക്കൽ കഴിഞ്ഞിട്ട് ഇതിലൊക്കെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹിച്ചവർ കാണാത്തവരുണ്ട്. അത്യാവശ്യമുള്ളവരെ തീർച്ചയായിട്ടും മെസ്സേജിലോട്ട് വിടും, അത് കാണുകയും ചെയ്യും. അല്ലാത്തവരെ കാര്യങ്ങൾ കേൾക്കും. 1 പുതുക്കി കഴിയുമ്പോൾ തന്നെ കാര്യങ്ങൾ കേട്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ദാരുണമായ രോഗികളുണ്ട്, നാളെയും മറ്റന്നാളും ഓപ്പറേഷൻ പോകാനുള്ളവർ. പിന്നെ നാളെയും മറ്റന്നാളും ചിലപ്പോൾ OET IELTS പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ ബന്ധപ്പെട്ട അവർക്ക് ഒരു ആശീർവാദ പ്രാർത്ഥന കിട്ടും. ഒത്തിരി പേര് വന്നിട്ട് അച്ഛൻ നാളെ പരീക്ഷയാണ്, മറ്റന്നാൾ പരീക്ഷയാണ്, അടുത്ത ആഴ്ച ഇൻ്റർവ്യൂ ആണെന്നൊക്കെ പറയേ. പക്ഷേ അതിൻ്റെ രേഖകൾ കാണിക്കണം ഓഫീസിൽ. വെറുതെ പറഞ്ഞാലൊന്നും പറ്റത്തില്ല. കൃപാസനത്തിൻ്റെ രീതികളെന്ന് പറഞ്ഞാൽ രേഖകളാണ്. ഇപ്പം നിങ്ങളെ ഫോറിൽ പോകണമെന്ന് പറഞ്ഞാൽ, നാളെ വിദേശത്ത് പോകണമെന്ന് പറഞ്ഞാൽ ഉടനെ അവർ ടിക്കറ്റ് ചോദിക്കും. ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫീസിൽ നിങ്ങൾക്ക് ഒരു മഞ്ഞ കാർഡ് തരും. അതിന് അച്ഛനെ അപ്പം തന്നെ കാണാൻ പറ്റും. അത്യാവശ്യം പരിശുദ്ധ അമ്മയെ കാണുമ്പോൾ എല്ലാം ശരിയാകും. പിന്നെ ചില ആൾക്കാർക്ക് അച്ഛനെ കാണാൻ നിർബന്ധമാണ്. അങ്ങനെ നിർബന്ധമുള്ളവർക്ക് മാത്രം ഞാൻ റെഡിയാണ്. കാര്യം ഇങ്ങനെയുള്ള എല്ലാ എമർജൻസി കേസിലും എടുത്തു മാറ്റുകയാണ്. കാര്യം 1.5 കൊല്ലം മനുഷ്യൻ പ്രാർത്ഥനയിൽ നിന്നൊക്കെ മാറി ജീവിക്കുകയല്ലേ ശരിക്കും. അപ്പം അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരിക, സഭയിലേക്ക് കൊണ്ടുവരിക, ഇടവകയിലേക്ക് കൊണ്ടുവരിക, പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരിക, ഇടവക പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അത് കൃപാസനത്തിൻ്റെ ഒരു സ്വർഗീയ ദൗത്യമാണ്. നിങ്ങൾ പള്ളിയിലിപ്പോൾ പോകണപ്പോൾ ഞാനൊരു ഇടവക പള്ളിയിൽ പോയി ഈ ദിവസങ്ങളൊക്കെ കുർബാനയിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ആ ഇടവകക്കാർക്ക് എല്ലാവർക്കും ഒരു 10-40 പേർക്കെങ്കിലും വരാമായിരുന്നു. പക്ഷേ 9 പേര് 13 പേരൊക്കെ വന്നത്. അപ്പോൾ ജനം ഇങ്ങനെ ആത്മീയ വാദപ്പനിയും പിടിച്ചിരിക്കുകയാണ്. അതൊന്നും ശരിയാകത്തില്ല. അത് ദൈവത്തോട് നിങ്ങൾ കാണിക്കണം അവിശ്വസ്തതയാണ്. നമുക്ക് ഉള്ള അവസരങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഈ ഉടമ്പടി തന്നെ എത്ര പേരാണ് പുതുക്കാൻ വരുമ്പോൾ ഞങ്ങൾ മൊബൈൽ ചോദിക്കും, മൊബൈൽ കാണിക്കാൻ പറയും. 5 പേരെ ഇതിനു വേണ്ടി ഇരുത്തിയിരിക്കുകയാണ്. ഇത് പ്രസൻറ്റ് ഇത് നിങ്ങൾ ഉടമ്പടി പ്രാർത്ഥന കൂടുന്നുണ്ടായിരുന്നോ, അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ, എല്ലാം ചോദിക്കും. അപ്പോൾ അത് ഉടമ്പടി പുസ്തകം എലി കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ സിം അടിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം രണ്ടാമത് ചെയ്യാൻ പറയും. അങ്ങനെയാണെങ്കിൽ പേപ്പറെല്ലാം ഓക്കെ ആണെങ്കിൽ അപ്പം തന്നെ അച്ഛനെ കാണാൻ അത്യാവശ്യമുള്ളവർക്ക് അപ്പം തന്നെ കാണാൻ അവസരം. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ആദ്യമായിട്ട് വരികയാണ് ഉടമ്പടി ചെയ്ത്. പക്ഷെ അവർക്ക് നാളെയാണ് OET എക്സാം. അവരെ ബ്ലെസ് ചെയ്യും. ഉടനെ അവർക്ക് ആ ആശ്രയം കൊടുക്കും, പ്രാർത്ഥിക്കേണ്ട വിധം പറഞ്ഞു കൊടുക്കും, ഏത് രീതിയിലാണ് പരീക്ഷ എഴുതണം അതിനെല്ലാം ഓഫീസിൽ ഇപ്പോൾ നമുക്ക് സ്റ്റാഫുണ്ട്, എല്ലാം ക്രമീകൃതമാണ്. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ ഇവരെല്ലാം പുറത്തിറങ്ങുകയും ചെയ്യും. കാര്യം അടുത്ത ആൾക്കാർക്ക് കയറാൻ വേണ്ടി. ഇപ്പം ഈ കാലങ്ങളിൽ ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ദയവായിട്ട് ആശീർവാദത്തിന് മുമ്പ് ഈ നമ്പർ കൂടി ഒന്ന് എഴുതിയെടുത്തോ. ബുക്കിങ്ങിനുള്ള നമ്പർ, ഉടമ്പടി ബുക്കിങ്ങിനുള്ള നമ്പർ. കൃപാസനം തുറന്നാൽ ഉടമ്പടി ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നമ്പർ, ഉടമ്പടി എടുക്കാനും ഉടമ്പടി പുതുക്കാനും രണ്ടിനും കൂടിയാണ്. ഉടമ്പടി എടുക്കാനും ഉടമ്പടി പുതുക്കാനും ബുക്ക് ചെയ്യാനുള്ള നമ്പറാണ് ഈ പറയാൻ പോണത്. 97 45 58 33 67. അടുത്ത നമ്പർ 62 35 39 81 98. നമ്മുടെ എല്ലാവരും എഴുന്നേൽക്കുക. ആശീർവാദ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗം ഉള്ളയിടത്തെല്ലാം കൈകൾ വെച്ചുകൊണ്ട് ഇപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലുകയോ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധനയെന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക, കൃപാസനത്തിലെ ഏറ്റവും വലിയൊരു സമയമാണിത്. ഉടമ്പടി ആരാധന ഓൺലൈനിൽ കൂടിയപ്പോൾ
മാരകമായ രോഗം സൗഖ്യപ്പെട്ട സാക്ഷ്യം ഈ ആഴ്ച കിടക്കുന്നുണ്ട് യൂട്യൂബിൽ. ഈ സമയം അമ്മ മാതാവ് നമുക്ക് ജീവനോടെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ദയവായിട്ട് രോഗമുള്ള ഏതെല്ലാം ഇടത്ത്, കിഡ്നി ട്രബിളുള്ളവർ പുറകിലും, ഉദര രോഗികൾ മുന്നിലും, മക്കളില്ലാത്ത അടിവയറ്റിലും, ശ്വാസകോശ രോഗികൾ നെഞ്ചിലും, പ്ലീഹ അസുഖമുള്ളവർ നെഞ്ചിൻ്റെ താഴെയും, തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിലും, മെനിഞ്ചിറ്റിസ് ഉള്ളവർ വന്നവർ നെറ്റിയിലും, ശിരസ് സംബന്ധമായ രോഗമുള്ളവർ ശിരസിലും, എവിടെയെല്ലാമാണ് നിങ്ങൾക്ക് വിഷമതകളുള്ളത് അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. രോഗികളെയും സ്പർശിക്കണമേ, എല്ലാ വേദനകളെയും ഏറ്റെടുക്കണമേ. അതിശക്തമായ ശ്രുതികട ഹല്ലേലൂയ. വർദ്ധികരം മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാം കർത്താവേ അവർക്ക് രോഗങ്ങളുണ്ടോ അവിടെയെല്ലാം വെക്കുന്ന കർത്താവ്. കിഡ്നി രോഗികളെ കർത്താവ് സ്പർശിക്കണമേ. കർത്താവേ മാരക രോഗികളെ സ്പർശിക്കണമേ. ഈശോയെ ക്യാൻസർ രോഗികളെ സ്പർശിക്കണമേ. അടിപ്പിടർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹിപ്പുകളിൽ പ്രശ്നമുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ. തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവ് ENT ആയിട്ടുള്ള ട്രബിളുള്ളവരെ കർത്താവേ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്പോണ്ടിലോസ് ഉള്ളവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. കർത്താവ് ഹൃദയ രോഗികളെ, കർത്താവ് വാൽവിന് കർത്താവ് കേടുള്ളവരെ, വാൽവിന് ബ്ലോക്ക് ഉള്ളവരെ സ്പർശിക്കണമേ. തലച്ചോർ ബ്ലോക്കായിരുന്നു സ്പർശിക്കണമേ. കിടപ്പ് രോഗികളെ കർത്താവെ സ്പർശിക്കണമേ. എല്ലാ തരത്തിലും കർത്താവെ അനങ്കം പാടില്ലാതെ ICUവിലും കർത്താവ് വീട്ടിൽ കിടപ്പായി കിടന്ന് കഴിയുന്നവരെ കർത്താവെ അങ്ങ് സ്പർശിക്കണം കർത്താവെ. വാത രോഗികളെ സ്പർശിക്കണം കർത്താവെ. പിസ്റ്റുല രോഗികളെ സ്പർശിക്കണം കർത്താവെ. PCOD രോഗികളെ സ്പർശിക്കണം കർത്താവെ. കർത്താവ് അറിയാതെ മൂത്രം പോകുന്നവർ, മലം പോകുന്നവർ കർത്താവെ, ശരീരം വേർക്കുന്നവർ, കൈവെള്ള വേർക്കുന്നവർ കർത്താവെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ കർത്താവെ, മൂക്കൊലിപ്പുള്ളവർ കർത്താവ്, മൂക്കിന് ദശ വളരുന്ന കർത്താവെ, മൂക്കിന് കർത്താവ് പാലം കർത്താവ് ബ്ലോക്കാകുന്ന കർത്താവ്, വളഞ്ഞിരിക്കുന്ന കർത്താവെ, ജന്മന ട്രബിളുള്ളവർ കർത്താവെ, ഓട്ടിസം രോഗികൾ കർത്താവെ, യേശു അപസ്മാര രോഗികൾ കർത്താവെ, യേശുവേ യേശുവേ ജീവിക്കുന്ന ദൈവമേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. 35 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ മാരക രോഗികള്, തീരവേദികള് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. വിസർപ്പ രോഗികള് സൗഖ്യമാകട്ടെ. സോറിയാസിസ് രോഗികള് സൗഖ്യമാകട്ടെ. അതുപോലെ ത്വക്ക് രോഗികള് യേശുവിന്റെ നാമത്തില്, കരൾ രോഗികള് യേശുവിന്റെ നാമത്തില്, ചെവി രോഗികള്, കണ്ണപുടങ്ങൾ വേദന ഉള്ളവര് യേശുവിന്റെ നാമത്തില്, നട്ടല് രോഗികള്, നടുവരില് കശേരകൾക്ക് വീക്കമുള്ളവര്, വേദന ഉള്ളവര്, അസ്ഥികളെ ദഹിക്കുന്നവര്, ദഹിക്കുന്നവര് യേശു നാമത്തില് സൗഖ്യമാകട്ടെ. സാമ്പത്തികമായ ബാധ്യതകളാലെ ആത്മഹത്യയുടെ വക്കെത്തിയ ആൾക്കാർ ഒത്തിരി പേരെ കണ്ടു. അവരെല്ലാം ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും. ഇപ്പം കടബാധ്യതയുള്ളവർ ഞങ്ങൾ വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവർ, സ്ഥലവും വീടും ഇല്ലാത്തവരെ, ജോലിയില്ലാത്തവരെ, ജീവിത മാർഗം മുട്ടിപ്പോയവരെ, മക്കൾ അന്യൻ്റെ പുറകെ പോയവരെ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരെ, ഭാര്യയും ഭർത്താവും പിണങ്ങി കഴിയുന്നവരെ, ഡൈവേഴ്സിന് അടുത്ത് വരുന്നവരെ, അതിൻ്റെ കേസ് നടത്തുന്നവർ, കേസ് കൊടുക്കാൻ പോകുന്നവരെ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ, പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, വരാൻ കഴിയാതെ അവിടെ കുടുങ്ങിപ്പോയവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, കർത്താവ് സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, കർത്താവ് പുതിയത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഒറ്റയ്ക്ക് പാട്ടത്തിന് ഒക്കെ താമസിക്കുന്നവരെ, കർത്താവെ എല്ലാ മേഖലകളിലും ഉള്ള മക്കളെ, എല്ലാ തകർച്ചയുടെ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്ന അമ്മേ, പരിശുദ്ധമ്മേ, അവരെല്ലാം അവരുടെ വേദനകൾ പൂർണ്ണമായി ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉടമ്പടി ചെയ്തവരും ചെയ്യാത്തവരും എല്ലാ കർത്താവെ അവരുടെ എല്ലാ വസ്തുക്കളും, ഈ ആരാധന പങ്കെടുക്കുന്നവരെ അവിടെ എല്ലാ അവസ്ഥകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണമായി ഇവിടെ സമാപന ആശീർവാദനായി മുട്ടുകുത്തുക.
ഉടമ്പടി ബുക്ക് ചെയ്യാനല്ലാതെ പ്രാർത്ഥനാ സഹായത്തിന് നൂറുകണക്കിന് മക്കളാണ് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ രാത്രി വൈകുന്നേരം 5:15 നിയോഗ ജപമാലയും മരിയൻ ഉടമ്പടി നൊവേനയും നടത്തുന്നത്. എല്ലാ ദിവസവും ഉണ്ട്. അങ്ങനെ ആ മരിയൻ ഉടമ്പടി നൊവേനയിലും നിയോഗ ജപമാലയിലും നിങ്ങളുടെ വിഷമതകളുടെ രോഗങ്ങൾ, അപ്പോഴപ്പോഴുള്ള ആവശ്യങ്ങൾ വിളിച്ചറിയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പർ ഉപയോഗിക്കാം. ഇത് നേരത്തെ തന്ന കൂടാതെയുള്ള ബാക്കി 6 നമ്പർ കൂടിയാണ്. ഈ നമ്പർ കൂടി കൃപാസനത്തിലേക്ക് അവന് 10 പേരോ 5 പേരാണ് നമ്മുടെ 2 ഫോണുമായിട്ട് കൗണ്ടറിൽ ഇരിക്കുന്നത്. അവിടെ നമ്പറുകളാണ് പ്രാർത്ഥനാ സഹായത്തിനായി വിളിക്കേണ്ട നമ്പർ. 1-90-74-68-45-74. രണ്ടാമത്തെ നമ്പർ 98-47-48-15-87. മൂന്നാമത്തെ നമ്പർ 90-74-68-45-74. നാലാമത്തെ നമ്പർ 62-82-03-76-69. അഞ്ചാമത്തെ നമ്പർ 90-72-04-74-84. ആറാമത്തെ നമ്പർ 94-47-28-54-00. ഈ 6 നമ്പരും പ്രാർത്ഥനാ സഹായത്തിനും കൃപാസനത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനുള്ള നമ്പറാണ്. ഇപ്പോൾ കൈകൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കുക. ആരാധന 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 കർത്താവേ, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ചുടമ്പടി ചെയ്യുവാനൊക്കെ വേണ്ടാകണമേ. ഉടമ്പടിയിലെ ഓരോ നിയോഗങ്ങളും ഓരോ പ്രമേയങ്ങളും ഞങ്ങൾ ചെയ്യുമ്പോൾ കർത്താവേ, അത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ, പിതാവായ ദൈവത്തെ ഉണ്ടാകട്ടെ. ആരാധന 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 യേശുവേ, ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ, യേശുവേ ആരാധന 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി പുകഴ്ചയും